അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഫർള് കുളിയെക്കുറിച്ചിട്ടാണ്. നിർബന്ധമായ കുളി നിർവഹിക്കുന്നു എന്നോ നിസ്കാരത്തെ ഹലാലാക്കാൻ കുളിക്കുന്നു എന്നോ നിയത്ത് ചെയ്ത് ശരീരത്തിൽ മുഴുവനും വെള്ളമാക്കലാണ് നിർബന്ധമായ കുളിയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഇത് പുരുഷനും സ്ത്രീകൾക്കും ഇതുതന്നെയാണ്. 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ് എന്ന് മാത്രം. സ്വപ്നസ്ഖലനം സംഭവിച്ചോ എന്ന് സംശയിച്ചാൽ കുളിക്കണോ? കുളി ശരിയായില്ല എന്ന് സംശയിച്ചാൽ രണ്ടാമത് കുളിക്കണോ? ശുദ്ധിയില്ലാതെ നിസ്കരിച്ചാൽ കാഫിറാകുമോ? ഉത്തരം: വസ്വാസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? സ്വപ്നസ്ഖലനമുണ്ടായോ എന്ന് സംശയിക്കുകയും അതിന് ഉപോത്ബലകമായി അതിൻ്റെ അടയാളങ്ങൾ കാണുകയും അത് മറ്റൊരാളുടേതാവാനുള്ള സാധാരണ നിലക്ക് സാധ്യത ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവൻ ശുദ്ധിയുള്ളവനായി ഗണിക്കണം. അതിനാൽ അവൻ കുളിച്ച് ശുദ്ധിയാകുന്നതിന് മുമ്പ് നിസ്കരിച്ചവ ഖളാഹ് വീട്ടുകയും വേണം. എന്നാൽ കേവലം സംശയത്തിന് സ്ഥാനമില്ല. അതുപോലെ കുളി കഴിഞ്ഞതിന് ശേഷം കുളി ശരിയായില്ലേ എന്ന് സംശയിച്ചാൽ രണ്ടാമത് കുളിക്കേണ്ടതില്ല. നിയ്യത്തിലാണ് സംശയമെങ്കിലും രണ്ടാമത് കുളിക്കേണ്ടതില്ല. ഫത്ഹുൽ മുഈൻ. ശുദ്ധിയില്ലാതെ നിസ്കരിക്കുന്നവൻ കാഫിറാകുകയില്ല, മറിച്ച് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നവൻ വൻകുറ്റം ചെയ്തവനാണ്. അത് അറിയാതെ ചെയ്യുന്നവൻ കുറ്റക്കാരനല്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ്റെ നിസ്കാരമായി എഴുതപ്പെടില്ല. നിസ്കാരം സ്വഹിയാവുമില്ല. പിന്നീട് അറിഞ്ഞാൽ മടക്കി നിസ്കരിക്കൽ അത് നിർബന്ധമാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ആലോചിച്ച് വസ്വാസ് ആക്കേണ്ടതില്ല. അത് പിശാചിൻ്റെ പ്രവർത്തന ഫലമാണെന്ന് മനസ്സിലാക്കി മനസ്സുറപ്പോടെ നിസ്കാരം നിർവഹിക്കുക. പിശാചിൻ്റെ അത്തരം ബോധനങ്ങൾക്കും സംശയം ജനിപ്പിക്കലുകൾക്കും കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ അത് നമ്മുടെ ആരാധന കർമ്മങ്ങൾ നിഷ്ഫലമായി പോവാനോ പലപ്പോഴും സഹായിക്കുകയുള്ളൂ. അതാണല്ലോ പിശാചിൻ്റെ പരമമായ ലക്ഷ്യവും. അടുത്തത്, ജനാബത്തുണ്ടാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം കഴുകാതെ ഫർള് കുളിച്ച ശേഷം ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കാമോ എന്നാണ് ചോദ്യം. ഉത്തരം: മനുഷ്യൻ്റെ ഇന്ദ്രിയം നജസ് അല്ലെന്നാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതരുടെ പക്ഷം. മനീയ് ആയ വസ്ത്രം ഉടുത്ത് നിസ്കരിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇന്ദ്രിയം താൻ ചുരണ്ടിക്കൊടുക്കാറുണ്ടായിരുന്നെന്നും പ്രവാചകൻ അത് ഉടുത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാവുന്നതാണ്. മറ്റു ചില നിവേദനങ്ങളിൽ ഉണങ്ങിയതാണെങ്കിൽ ചുരണ്ടുകയും ഉണങ്ങിയിട്ടില്ലെങ്കിൽ കഴുകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും കാണാവുന്നതാണ്. മേൽപ്പറഞ്ഞതും സമാനവുമായ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഷാഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും പണ്ഡിതർ മനിഹ് നജസ് അല്ലെന്നാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൻ്റെയും മാലിക്കി മദ്ഹബിൻ്റെയും അഭിപ്രായം മനിഹ് നജസാണെന്നാണ്. പക്ഷേ ഉണങ്ങിയതാണെങ്കിൽ അത് കഴുകേണ്ടതില്ലെന്നും ചുരണ്ടിക്കളഞ്ഞാൽ മതിയാവുന്നതുമാണ് ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായം. അടുത്ത ചോദ്യം: ഭാര്യയോടുള്ള സംസാരം, സ്പർശനം എന്നിവയുടെ ലിംഗത്തിലൂടെ വെളുത്ത ദ്രാവകം വന്നാൽ കുളി നിർബന്ധമാണോ? ഉത്തരം: മനിയല്ലാത്ത ദ്രാവകങ്ങൾ വരുന്നത് കൊണ്ട് കുളി നിർബന്ധമാവില്ല. പക്ഷേ അവകൾ നജസാണ്. കഴുകിക്കളയൽ നിർബന്ധമാണ്. ലൈംഗിക വീഴ്ചകളിലൂടെ ലിംഗത്തിലൂടെ സ്രവിക്കപ്പെടുന്ന കൊഴുപ്പുള്ള ദ്രാവകമാണ് മനിയ്. സ്രവിക്കുന്ന സമയത്ത് സുഖം അനുഭവപ്പെടുക, തെറിച്ചു പുറപ്പെടുക, ദ്രാവകാവസ്ഥയിൽ അതിന് ഗോതമ്പുമാവിൻ്റെ മണമുണ്ടാവുക, ഉണങ്ങിയ അവസ്ഥയിൽ കോഴിമുട്ടയുടെ വെള്ളയുടെ മണമുണ്ടാകുക എന്നീ പ്രത്യേകതകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മനിയായി കണക്കാക്കാം. ചോദ്യത്തിൽ പറയപ്പെട്ട 2 സമയങ്ങളിൽ മാത്രമേ അതുണ്ടാവൂ എന്ന് പറയാവതല്ല. ലൈംഗിക വികാരം ശക്തി പ്രാപിച്ചപ്പോൾ വരുമ്പോൾ ലിംഗത്തിലൂടെ സ്രവിക്കപ്പെടുന്ന വെളുത്തതോ മഞ്ഞയോ ആയ നേരിയ ദ്രാവകമാണ് മദിയ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.